കളങ്കാവൽ മമ്മൂട്ടി പ്രതിനായകനാകുന്ന ചിത്രം. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴും സൈനൈഡ് മോഹൻ്റെ കഥ കേട്ടപ്പോഴുമൊക്കെ എൻ്റെ മനസ്സിൽ വന്നത് മറ്റൊരു ചോദ്യമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് സഹാനുഭൂതികളൊന്നുമില്ലാതെ ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനിയിപ്പം നമ്മുടെയൊക്കെ ഉള്ളിലും ഇതുപോലെ ക്രൂരനായ ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിപ്പുണ്ടാവുമോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു പ്രതിനായകൻ്റെ കൂടി കഥയാണ്. നമ്മളിൽ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം, ഭയം, പക, ആക്രമിക്കാനുള്ള തോന്നൽ എന്നിവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് തലച്ചോറിലെ അമിഗ്ഡാല എന്ന ഭാഗമാണ്. ഇതാണ് നമ്മുടെ വികാരങ്ങളുടെ കേന്ദ്രം. ഇത്തരം വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന മറ്റൊരു ഭാഗമാണ്. ഇത് യുക്തിയുടെ കേന്ദ്രം കൂടിയാണ്. അമിഗ്ഡാലയിൽ നിന്നും വരുന്ന വികാരങ്ങളെ വിശകലനം ചെയ്യുകയും ഇപ്പോൾ ദേഷ്യപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് മോശമാണ് എന്നൊക്കെ തീരുമാനിക്കാൻ സഹായിക്കുന്നതും പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. ഇവയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നില്ല എങ്കിൽ ഒരുപക്ഷെ മനുഷ്യൻ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ സഹാനുഭൂതി ഒട്ടുമില്ലാത്ത ഒരു ക്രൂരനായി മാറിയേക്കാം. പക്ഷേ ചില ആളുകളിൽ ഇതിന്റെ പ്രവർത്തനം ജന്മനാ തകരാറിലാവാറുണ്ട്. എന്നാൽ ഇത്തരം ആളുകളെല്ലാം അക്രമകാരികളോ ക്രൂരന്മാരോ ആകണമെന്നില്ല. ഇവിടെയാണ് ക്രിമിനൽ സൈക്കോളജിയിലെ ആ പ്രശസ്തമായ വാചകം പ്രസക്തമാവുന്നത്. ജെനറ്റിക്സ് ലോഡ്സ് ദ ഗൺ, ദി എൻവയൺമെന്റ് പുൾസ് ദ ട്രിഗർ. പാരമ്പര്യം തോക്കിൽ തിരനിറയ്ക്കും, സാഹചര്യം കാഞ്ചി വലിക്കും. ഇതാണ് ആ വാചകത്തിന്റെ അർത്ഥം. അതായത് ഇത്തരം ആളുകൾ ജന്മനാ ക്രൂരന്മാരോ അക്രമകാരികളോ ആകണമെന്നില്ല. അവർ വളരുന്ന സാഹചര്യമോ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളോ അവഗണനയോ ഒക്കെയാണ് അവരിലെ ഈ വൈകല്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ജനിതകപരമല്ലാതെയും മനുഷ്യരിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിനിയാസ് ഗേജിന്റെ കഥ. 1848 അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഫിനിയാസ് ഗേജ് പൊതുവെ ശാന്തനും സ്നേഹസമ്പന്നനുമായ ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ റെയിൽവേ പണികൾക്കിടയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു വലിയ ഇരുമ്പ് ദണ്ട് അദ്ദേഹത്തിന്റെ കവിളിലൂടെ കയറി തലയോട്ടിയും തുളച്ച് പുറത്തു വന്നു. ആ അപകടം കണ്ടു നിന്നവർ ഗേജിന്റെ മരണം ഉറപ്പിച്ചെങ്കിലും അയാൾ അതിൽ നിന്ന് അത്ഭുതകരമായി അതിജീവിച്ചു. എന്നാൽ ചികിത്സകൾക്ക് ശേഷം തിരിച്ചു വന്നത് ആ പഴയ ഗേജ് ആയിരുന്നില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അക്രമാസക്തനാവുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഗേജ് തിരിച്ചു വന്നത്. അന്ന് അയാളുടെ സുഹൃത്തുക്കൾ സങ്കടത്തോടെ പറഞ്ഞത് ഗേജ് വാസ് നോ ലോങ്ങർ ഗേജ് എന്നാണ്. അതായത് ഇത് ആ പഴയ ഗേജ് അല്ല എന്ന്. ഗേജിന്റെ ഈ മാറ്റങ്ങൾക്ക് കാരണം അപകടത്തിൽ അദ്ദേഹത്തിന്റെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന് സംഭവിച്ച പരിക്കായിരുന്നു. നമ്മുടെ തലച്ചോറിലെ ഇത്തരം പ്രശ്നങ്ങളും ജനിതകപരമായ കാരണങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെയാവും ഒരുപക്ഷെ മനുഷ്യനെ പ്രതിനായകന്മാരാക്കി മാറ്റുന്നത്.